ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. പിന്നെ കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്, എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. കുറച്ച് തിരക്കായി പോയി, കുറച്ചധികം ക്ലയൻസ് ഇവിടെ വന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 3-4 ദിവസം നല്ല പനിയായിരുന്നു, പനി, തൊണ്ടവേദന, അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഇന്നാണൊന്ന് ഫ്രീ ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ഡ്രൈവർ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വായുന്ന് പോകില്ലേ, നല്ലതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. മഞ്ഞ് നടക്കുന്നുണ്ട്, ഏകദേശം -3 to -4 ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരുടെയും സംശയമാണ്, ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ, ഡ്രൈവർ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം ഒരുപാട് പേര് ഉണ്ട്, ഒരുപാട് പേര് സഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയിന്റിലോട്ട് പോവാം. അതായത് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇവിടെ വണ്ടി ഓടിക്കാം. ഇവിടെ പല ആപ്പുകളുണ്ട്, റെൻ്റ് കാർ എടുക്കുന്ന ആപ്പുകളുണ്ട്. നമ്മൾ ഇന്ത്യൻ ലൈസൻസ് ഒറിജിനൽ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടറി ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്കിവിടെ റെൻ്റ് കാർ ഉപയോഗിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരിലോട്ട് കാറാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഡെലിവറി ജോലി ചെയ്യാം. ഇന്ത്യൻ ലൈസൻസ് വെച്ച് നോട്ടറി ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈസൻസ് സബ്മിഷൻ ചെയ്താൽ ഡെലിവറി ജോലി കാറിൽ ചെയ്യാൻ പറ്റും. ടാക്സി പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ടാക്സി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് പറ്റുമോന്നാണ്. അത് പറ്റത്തില്ല, ടാക്സി ഡ്രൈവർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ് ടാക്സി ഡ്രൈവറിൻ്റെ സാലറി എത്രയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടാക്സി ഡ്രൈവർ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് മിനിമം ഒരു മാസം 1.5 ലക്ഷം രൂപ, 1,20,000 to 1,50,000 ഇതാണ് ടാക്സി ഡ്രൈവേഴ്സ് മിക്കവരും മന്ത്ലി ഏൺ ചെയ്യുന്ന പേയ്മെൻറ്റ്. ഓക്കെ, പിന്നെ എൻ്റെ ശബ്ദം ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ്, കാരണം ക്ലൈമറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ട്രക്ക് ഡ്രൈവറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്കറിയില്ല. ട്രക്ക് ഡ്രൈവർ വേക്കൻസിയോ ഡ്രൈവർ വേക്കൻസിയോ ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലില്ല. നമ്മളത് പ്രൊമോട്ടും ചെയ്യുന്നില്ല, കാരണം എക്സ്പീരിയൻസ്, വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ഇവിടെ വന്ന് ഓടിക്കുന്ന നിസ്സാര പരിപാടിയല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്, സീനാണ്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓടിക്കണ പോലെ അല്ലേ ഇവിടെ ഇപ്പോൾ അതേ സ്നോയാണ്, ഫുള്ള് സ്നോയാണ്, സ്ലിപ്പായി പോകും വണ്ടി. ഇപ്പോൾ കാറാണെങ്കിൽ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ചവിട്ടിയാൽ നിൽക്കത്തില്ല. വിൻ്റർ ടയർ ഇട്ടാൽ പോലും നമ്മൾ വിചാരിച്ച പോലെ നിൽക്കത്തില്ല. അത് ട്രക്കിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആവും. പിന്നെ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലൈസൻസ് കൊണ്ടുവന്നാൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻ്റർനാഷണലിൽക്കാണ് നല്ലത് ഇന്ത്യൻ ലൈസൻസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതാണ്. കാരണം ഇൻ്റർനാഷണൽ ലൈസൻസ് എല്ലാ വർഷവും നിങ്ങൾ പുതുക്കണം, പക്ഷേ കുറച്ചുകൂടെ പ്രയോറിറ്റി കൂടുതൽ ഇൻ്റർനാഷണലിലാണ്. ഇൻ്റർനാഷണൽ ലൈസൻസിന് കുറച്ചുകൂടെ പ്രയോറിറ്റി കൂടുതലാണ്. ഇതിലൂടെ ലഭിക്കാത്ത പലതും നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് കിട്ടും. പിന്നെ പല പല ആപ്പുകളുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് ഓടിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നിലവിൽ ടാക്സി ഡ്രൈവറിൻ്റെ വേക്കൻസി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ടാക്സി ഡ്രൈവറിന് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ റഷ്യൻ ലൈസൻസ് വേണം. അതുകൂടാതെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ്, 3 വർഷം വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് റഷ്യയിൽ 3 വർഷം വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ആൾക്ക് ഇവിടെ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അത് എളുപ്പമല്ല, വെരി ഡിഫിക്കൽട്ടാണ്. കാരണം എന്തെങ്കിലുമൊക്കെ രീതി തട്ടിക്കഴിഞ്ഞാൽ ഫോർമാലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാനത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ഡെലിവറി ചെയ്യാൻ പറ്റും കേട്ടോ, ഡെലിവറി എന്നാൽ 100%. കാരണം നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്, അവരിപ്പോഴും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളത് പ്രൊമോട്ട് ചെയ്യില്ല. നമ്മളായിരിക്കും ഡെലിവറി ജോലി കൊടുക്കുന്നില്ല, അത് എടുക്കുന്നില്ല. കാരണം അത് വിചാരിച്ച പോലെ അല്ല. കേരളത്തിൽ ഓടിച്ച് ശീലമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഓടിച്ച നടപടിയാവില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യാത്തത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസി ഇനി വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ഞാൻ റിപ്ലൈ തരാൻ പെൻഡിങ്ങാണ്. എല്ലാവർക്കും റിപ്ലൈ തരാം. കുറച്ച് സുഖമില്ലായിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് ബിസിയായി പോയി. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പ് കൂടുന്ന ഒരു ക്ലൈമറ്റാണ്, ഇനി അങ്ങോട്ട് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇനി വരാൻ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലൊക്കെ എന്തൊക്കെ ഡൗട്ടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മളെപ്പോഴും ചെയ്തു തരും. കാര്യം പറയാൻ മറന്നുപോയി, അതായത്
ഇനി അങ്ങോട്ട് ഇവിടെ നല്ല തണുപ്പായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ബാക്കിൽ ക്യാമറ കാണിച്ചു തരാം. വീട് കിടക്കുവാണ് കണ്ട. ഇനി അങ്ങോട്ട് ഇതുപോലത്തെ ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലത്തെ അല്ല, ഇതിൻ്റെ ഇരട്ടി ക്ലൈമറ്റ് ആയിരിക്കും. ഇത് ജസ്റ്റ് തുടക്കം മാത്രം ആണ് ഇത് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അങ്ങോട്ട് നല്ല മഞ്ഞായിരിക്കും, ക്ലൈമറ്റ് വേറെ സീനായിരിക്കും, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാർ ജാക്കറ്റ് നാട്ടിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം അവർ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ തണുപ്പൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ തണുപ്പ് കാരണം സഹിക്കാൻ പറ്റൂല, സീനാണ്. അപ്പോൾ ഡക്കാത്തലോണിത്ത് ആയിക്കോട്ടെ, എവിടെ നിന്ന് ആയിക്കോട്ടെ, ഒരു ജാക്കറ്റ് വന്നവരെല്ലാവരും മസ്റ്റായിട്ട് കഴിക്കരുത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ മേടിക്കാം. ഒരു -25 -30 അതിൻ്റെ ഒരു ജാക്കറ്റ് മേടിച്ചോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വേറെയും മേടിക്കാം. കാരണം ഇനി വന്ന ആൾക്കാർ ഒരു ജാക്കറ്റ് എടുക്കുക. കാരണം ഇത് പറയാൻ കാരണം പുതിയതായിട്ട് കുറച്ച് ആൾക്കാർ വന്നു, അവരിതൊന്നും കരുതിയില്ല. അവർക്ക് തണുപ്പ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ എടുത്തു പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വന്നു, നമ്മളൊരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ജോലി നമ്മൾ കൊടുക്കും. ആ ജോലി അവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എന്നെ ബാധിക്കണ കാര്യമല്ല. ഞാൻ ജോലി കൊടുത്തു, അവൻ ആ ജോലിയിൽ തുടർന്ന് നിന്നാൽ ഞാൻ സാലറി മേടിച്ചു കൊടുക്കും. അല്ലാണ്ട് ഒരു കമ്പനിയിൽ ഒരാൾ വന്നു 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് ജോലി ചെയ്തു, ഞാൻ നിർത്തി പോവുകയാണ്, എനിക്കിവിടെ പറ്റണില്ല എന്ന് പറഞ്ഞാൽ എനിക്കതിനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ വേറെ ജോലിയിലാക്കി കൊടുക്കാം, പക്ഷേ അത്രയും ദിവസം സാലറി ചോദിക്കരുത്. കാരണം ഇവിടുത്തെ കമ്പനികൾ ലോങ് ടൈമായിട്ടാണ് ആൾക്കാരെ വേണ്ടത്. വേറെ പല ആൾക്കാരും ഇവിടെ വന്നിട്ട് ജോലിക്ക് പോകാൻ മടിയാണ്. ഞാൻ പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. വെയർ ഹൗസിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിൽ കുറേ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇവിടുത്തെ ജോലി എളുപ്പമല്ല. പിന്നെ ഞാൻ പിന്നെയും പറയാം, 12 മണിക്കൂർ ഡ്യൂട്ടി ടൈം, 10 മണിക്കൂർ ജോലി, 2 മണിക്കൂർ റെസ്റ്റ്, അങ്ങനെ ആയിരിക്കും വരുന്നത്. ഈ 10 മണിക്കൂർ 2 മണിക്കൂർ ജോലി, അരമണിക്കൂർ റെസ്റ്റ് അങ്ങനെ വരും. ആ 2 മണിക്കൂർ നിന്ന് തന്നെ ജോലി ചെയ്യണം. മേലുവേദന ഉണ്ടാവും, കാലുവേദന ഉണ്ടാവും. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ജോലി തരും, നിങ്ങൾ ജോലിക്കാണ് വന്നത്, പിടിച്ച് നിൽക്കുക. പിടിച്ച് നിന്നാൽ ജോലിക്ക് പോയാൽ കാശുണ്ടാക്കാം. നമ്മളൊരു കമ്പനി കയറ്റി തന്നാൽ അവിടെ നിങ്ങൾ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാലറി ഞാൻ മേടിച്ചു തരും. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് കുറച്ചുകൂടെ അധികം വേക്കൻസി വന്നിട്ടുണ്ട്. ലേഡീസിൻ്റെ വേക്കൻസി ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലുണ്ടാവും. ഇത് ജസ്റ്റ് ഒരുപാട് പേര് ഡ്രൈവറിൻ്റെ വേക്കൻസി വെച്ച് എനിക്ക് മെസ്സേജ് അയച്ചു. വീഡിയോ ഇട്ടിട്ട് 10 ദിവസത്തിന് മേളിലാവാറായി. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് എടുത്തത്. ഹെൽത്ത് ഓക്കെ അല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.